സംസ്ഥാനത്ത് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധനകൾ കുത്തനെ കുറഞ്ഞു. ജീവനക്കാർ തന്നെ കൈക്കൂലി വാങ്ങി ഭക്ഷ്യസുരക്ഷ അട്ടിമറിക്കുന്നുവെന്നാണ് കണ്ടെത്തൽ. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം വർക്കലയിൽ യുവാവ് ഭക്ഷ്യവിഷബാധയേറ്റ് മരിച്ചിരുന്നു. സംസ്ഥാനത്ത് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധനകൾ കുറയുകയാണ്. പ്രതിദിനം എത്ര ഹോട്ടലുകളിൽ പരിശോധന നടത്തുന്നുവെന്നതിന്റെ കൃത്യമായ കണക്കുകൾ ഉൾപ്പെടെ നിലവിൽ പ്രസിദ്ധീകരിക്കുന്നില്ല. ജീവനക്കാർ തന്നെ കൈക്കൂലി വാങ്ങി ഭക്ഷ്യസുരക്ഷ അട്ടിമറിക്കുന്നുവെന്ന് നേരത്തെ വിജിലൻസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. പരിശോധനകൾ കുറഞ്ഞതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഭക്ഷ്യവിഷബാധയും മരണവും വർദ്ധിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം വർക്കലയിൽ യുവാവ് ഭക്ഷ്യവിഷബാധയേറ്റ് മരിച്ചിരുന്നു. ഇതേ കുടുംബത്തിലെ മറ്റു 3 പേർ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സയിൽ തുടരുകയാണ്. ഭക്ഷ്യവിഷബാധയേറ്റ് മരണം സംഭവിക്കുമ്പോൾ മാത്രം ഇത്തരം പരിശോധനകൾ വ്യാപകമാക്കുകയും പിന്നീട് കുറയുന്നുവെന്നുമാണ് ഉയരുന്ന പരാതി. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പുറത്തിറക്കിയ മാർഗരേഖകളും മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് മിക്ക ഹോട്ടലുകളും നിലവിൽ പ്രവർത്തിക്കുന്നതെന്നും വിമർശനമുണ്ട്. ജനം, തിരുവനന്തപുരം.